മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 42 തുടങ്ങിയിട്ട് വായിക്കാം. 42 തുടങ്ങിയിട്ട് 51 വരെ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായികൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമോ ഇന്നതെന്ന് വീട്ടുടയൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കാതിരിപ്പാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസനാരെ അടിപ്പാനും കുടിയന്മാരോട് കൂടി തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനും വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്കേൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇത് ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള വാക്യമൊക്കെയാണ്. പക്ഷെ ഇന്നലെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവനോട് പറഞ്ഞത് അല്ലെ, പ്രത്യേകിച്ച് 44 തുടങ്ങിയിട്ട് അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴി മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കും എന്ന് പറഞ്ഞിട്ട് 45-ാം വാക്യം പറയാം. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടത് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ അങ്ങനെ തനിക്കുള്ള സകലത്തിനും യജമാൻ ആക്കി വെക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു. ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു ദാസനെ കുറിച്ച് പറയുന്ന തന്റെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുന്ന, ഇവിടെ പറഞ്ഞത് അങ്ങനെ തന്നെ. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കുന്ന അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ഹാലലി. അപ്പം ദൈവത്തെ ഇവിടെ യജമാനൻ ഒരു ദാസനെ ആക്കി വെച്ചിട്ടുണ്ട് ഹാലലി. എന്തിനാ? തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിട്ട്. ഹാലലിയ. അപ്പൊ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ദാസൻ നമ്മൾ ഓരോരുത്തരും എന്തിനു വേണ്ടി നമ്മളെ ആക്കി വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ തന്റെ ജനത്തിന് തത്സമയം ഭക്ഷണം കൊടുക്കാൻ വേണ്ടിട്ട്. ഹാലി. അപ്പൊ തന്റെ ജനം നമ്മളെപ്പോഴും സഭ ദൈവത്തിൻ്റെതാണ്. സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധാത്മാവാണ് നമ്മൾ പറയേണ്ടത്. സഭ അല്ലാതെ ഒരു പാസ്റ്ററുടെ അല്ല, ഹാലലി ആരുടെ അല്ല, ഒരു എന്താ പറയാ സംഘടനയുടെ അല്ല. സഭ ദൈവത്തിൻ്റെ തന്നെയാണ്. ഹാലലി. അപ്പം തന്റെ ജനം എന്നിട്ട് ദൈവം തന്റെ ജനം എന്ന് പറയുന്ന അല്ലെ തന്റെ മക്കൾ എന്ന് പറയുന്ന ഹാലലിയ സഭയാകുന്ന ഹാലലിയ ഈ സഭയിലെ ഓരോരുത്തർക്കും എന്താ തൽസമയത്ത് തോന്നുമ്പോൾ കൊടുക്കാനല്ല, അവർക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ആക്കി വെച്ച ദാസന്മാരെ ഒരു ദാസനെ കുറിച്ചിട്ട് പറയുകയാണ്. ഹല്ലേലൂയ. അമ്മയോട് പറഞ്ഞത് വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ. എന്നിട്ട് ആ ദാസനിൽ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരാ എന്ന് ചോദിച്ചാ ദൈവം ആക്കി വെച്ചെടുത്ത് അതുപോലെ തന്നെ ചെയ്യുന്നവരെ കുറിച്ച് അവിടെ പറഞ്ഞു. ബുദ്ധിമാൻ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുന്നറിയാവോ? തനിക്ക് സ്ഥലത്താക്കി അവർക്കും ഞാൻ ഇവിടെ പറയുന്നത് ദാസൻ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്നവൻ ഭാഗ്യവാൻ. അപ്പൊ യജമാനൻ നോക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുന്നവരെ ഭാഗ്യവാൻ. എന്നിട്ട് അങ്ങനെ ചെയ്യുന്നവരുടെ മേൽ അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാൻ ആക്കി വെക്കുവാനെ സത്യമായിട്ട് നിങ്ങളോട് അങ്ങനെ ചെയ്യുന്ന ദാസന്മാരെ മേൽ ദൈവം എന്ത് കൊടുക്കുക? തനിക്കുള്ള സകലത്തിന്മേലും യജമാനാക്കി വെക്കും. അല്ലെ, സകലത്തിന്മേലും യജമാനാക്കി വെക്കും. ഹാലലിയ. ഇവിടെ നല്ല ദൈവാത്മാവിനോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഓരോരുത്തരുടെ ആക്കി വെച്ചിട്ടുണ്ട് ദൈവം. എന്തിനാ? ദൈവത്തിന്റെ ജനത്തിന് തത്സമയത്ത് വേണ്ടുന്ന വചനമാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും ഹാലലിയ അവരെ പ്രബോധിപ്പിക്കലാണ്. എന്താണ് തത്സമയത്ത് അവർക്ക് എന്താ വേണ്ടത് അത് കൊടുക്കാനുണ്ട്. അത് വിശ്വസ്തയോടെ അത് കൊടുക്കുന്ന അങ്ങനെ തന്നെ ചെയ്യുന്നവർ നമുക്ക് തോന്നുന്ന പോലല്ല, നമ്മുടെ ഇഷ്ടമുള്ള കണക്കല്ല. ദൈവത്തിന്റെ ആത്മാവിന് എഴുതപ്പെട്ട വചനം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ആക്കി വെക്കുന്നവരുടെ മേലാണ് എന്താ യജമാൻ തനിക്കുള്ളതൊക്കെയും കൊടുക്കാൻ യജമാനാക്കി വെക്കും. എന്നുവെച്ചാൽ കർത്താവിന് എന്തൊക്കെ ഉണ്ടോ അതിനെയൊക്കെ യജമാനാക്കി നമ്മൾ പറഞ്ഞാൽ ദൈവം അതുപോലെ തന്നെ അതിന്മേലെല്ലാം അധികാരം നമുക്ക് തരും.
സഭ എന്ന ശരീരത്തിന് വേണ്ടിയിട്ട് ക്രിസ്തുവിൽ എന്തൊക്കെയുണ്ടോ അത് വിശ്വസ്തരായിരിക്കുന്നവരുടെ മേല തരുന്നത്. അതുകൊണ്ട് കർത്താവ് നേരത്തെ ഒരിടത്ത് പറയുന്നത്, അല്പത്തിൽ വിചാരകന് ഞാൻ അല്പത്തിൽ വിശ്വസ്തനെ ഞാൻ അധികത്തിൽ വിചാരകനാക്കും. അപ്പൊ ഇവിടെ നോക്കുന്നവര് നമ്മൾ ഏൽപ്പിച്ച ചിലപ്പോൾ ഒരു താലന്തായിരിക്കും നമ്മുടെ കയ്യിൽ തരുന്നത്. അത് നമ്മൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്താൽ യജമാനൻ പറഞ്ഞതുപോലെ ചെയ്തു തുടങ്ങുമ്പോൾ അധികമായിട്ട് ലഭിക്കാൻ തുടങ്ങും. ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് പറയുന്നത്? തന്റെ ജനത്തിന്. ഹല്ലേലൂയ. എന്താ? സമയത്ത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചേക്കുന്നതെന്ന് പറയാം. അപ്പൊ ആ തന്റെ ജനത്തിന് വേണ്ടിയിട്ട്, നമ്മൾ ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ദൈവം ആക്കി വെച്ചിരിക്കുന്നിടത്ത് നമ്മൾ ചെയ്തു തുടങ്ങിയാൽ ദൈവം നമുക്കിടെ കയ്യിലേക്ക് ആ അതോറിറ്റി എന്തൊക്കെയുണ്ടോ ആ അതോറിറ്റി ഫുള്ള് നമുക്ക് തരുമെന്ന പറഞ്ഞു. ഇവിടെ രണ്ട് കൂട്ടരായ ദാസന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ദുഷ്ടനായ ദാസൻ, ഇപ്പോഴൊന്നും വരുത്തില്ല എന്ന് പറഞ്ഞ് തിന്നു കുടിച്ച് മാറിക്കിടക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞാൽ, എന്നാൽ ദുഷ്ടദാസന് യജമാനൻ വരുവാൻ താമസിക്കുന്ന ഹൃദയം കൊണ്ട് പറഞ്ഞു കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരെ തിന്നാനും കുടിപ്പാനും തുടങ്ങിയാൽ അപ്പൊ ഈ പല ആൾക്കാരുടെ ഇന്നത്തെ ചിന്ത പറയാം, കർത്താവ് ഇപ്പോഴൊന്നും വരുത്തില്ല. കർത്താവ് ഇപ്പോഴത് വരാൻ പോകുന്നില്ല. അപ്പൊ സമയം ഉണ്ടല്ലോ, എപ്പോഴെങ്കിലും ചെയ്യാൻ മതിയല്ലോ, എങ്ങനെങ്കിലും ചെയ്താൽ മതിയല്ലോ, എപ്പോഴെങ്കിലും നന്നായാൽ മതിയല്ലോ, എപ്പോഴെങ്കിലും നമ്മൾ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്താൽ മതിയല്ലോ എന്നൊക്കെയാണ്. ഇന്ന് തന്നെ അങ്ങ് ചെയ്യണം എന്നൊന്നും പക്ഷേ കർത്താവ് ഇവിടെ പറയും, ഏത് നിമിഷവും വരും യജമാനൻ. ആ യജമാനൻ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെ ഓരോരുത്തരും ദൈവം ചിലതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ? സ്വന്തം ജനത്തിന് തത്സമയത്ത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച് വെച്ചിരിക്കുന്ന ദാസന്മാരാണെങ്കിൽ ഹല്ലേലൂയ, അപ്പൊ നമ്മൾ അത് തത്സമയത്ത് അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കണം. നമ്മുടെ സാറാമ്മ സിസ്റ്റർ ഇടയ്ക്ക് പറയാറുണ്ട്, ഞാൻ പറയും വചനം ആരെങ്കിലും സംസാരിക്കുന്നു അല്ല മിനി സിസ്റ്റർക്ക് എന്തെങ്കിലും ദൈവം തന്നിട്ടാവും, ഞാൻ അല്ലാതെ നാളെ പറയാം. അപ്പൊ അത് പറ്റത്തില്ല, ഇന്ന് കിട്ടി തന്നത് ഇന്നത്തേക്കുള്ളതാ, ഇന്ന് തന്നെ പറയണമെന്ന് പറയാം, അല്ലെ? കാരണം വെച്ചാൽ ദൈവം ഓരോ ദിവസം നമുക്ക് വചനം തരുമ്പോൾ അത് അന്നേക്കുള്ളതാ. അന്നത്തേക്കുള്ളതായതുകൊണ്ട് ഇന്ന് തന്നെ പറയണമെന്ന് എന്നോട് പറയാം. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ദൈവം തരുന്ന വെളിപ്പാട് നമ്മള് അന്ന് തന്നെ പറയാണ്ട്. കാരണം വെച്ചാൽ ദൈവം ഓരോ ദിവസവും നമുക്ക് വചനം നമുക്ക്, അപ്പൊ അത് എന്താ വെച്ചാൽ തത്സമയത്തുള്ള ഭക്ഷണം. നമ്മൾ ഏത് മീറ്റിങ്ങിൽ പോയാലും ഞാൻ പറയും, നമ്മൾ പ്രാർത്ഥനയോടെ പോവുകയാണെങ്കിൽ അവിടുന്ന് പുറപ്പെടുന്ന ഒരു വാക്യമെങ്കിലും നമുക്ക് വേണ്ടിയിട്ടുണ്ടാവും. ആമേൻ, സ്തോത്രം. എന്താ വെച്ചാൽ നമുക്ക് അന്ന് വേണ്ട ഭക്ഷണം എത്താം. നമ്മളിപ്പോ മോർണിംഗ് മെസ്സേജിനകത്ത് ഷാജി പാസ്റ്റർ മെസ്സേജ്, ജെറൽ പാസ്റ്റർ മെസ്സേജ് ഒക്കെ നമ്മൾ ഇടാറുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതിൽ മിക്ക ദിവസവും നമുക്ക് തോന്നും ഹല്ലേലൂയ, പ്രത്യേകിച്ച് ജെറൽ പാസ്റ്റർ ഹല്ലേലൂയ പണ്ടൊക്കെ എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ വന്നിട കുറെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് 2016 വന്നപ്പോൾ 2016 കഴിഞ്ഞ് 17 തുടങ്ങി ഞാൻ കേൾക്കുന്ന ജെറൽ പാസ്റ്റർ മെസ്സേജിൽ. അപ്പൊ ജൽപാസ് മെസ്സേജ് കേൾക്കുമ്പോൾ ചില ദിവസങ്ങളിൽ അയ്യോ ദൈവം എനിക്ക് വേണ്ടി തന്നെ സംസാരിച്ചെന്ന് തോന്നും. കാരണം വെച്ചാൽ നമുക്ക് വേണ്ടുന്നത് ആ സമയത്ത് അന്നത്തെ ദിവസത്തേക്ക് വേണ്ടുന്ന മന്ന നമുക്ക് തരുമെന്ന് പറഞ്ഞ കണക്ക് ഹല്ലേലൂയ, ആ ദൈവദാസന്മാരുടെ ആ ഒരു വാക്യമായിരിക്കും നമ്മളെ ശരിക്കും പറഞ്ഞാല് അന്നത്തെ ദിവസം മുഴുവൻ നമ്മളെ ചാർജ് ചെയ്ത് നിർത്തുന്നത്. ഇന്നലെ ഷാജിപ്പാസ് പ്രസംഗിച്ചത് 6 കഷ്ടം നിന്നെ തൊടും, പക്ഷെ 6 കഷ്ടം നിന്റെ പക്ഷെ 7ാമതൊന്നും നിന്നെ തൊടുകയില്ല എന്ന് പറഞ്ഞുള്ള വചനമായിരുന്നു. ഹല്ലേലൂയ. അത് കേട്ടപ്പോ ഹല്ലേലൂയ, എനിക്ക് ഭയങ്കര ഇടയ്ക്കൊരു ദൈവം എന്നോട് സംസാരിച്ചൊരു വചനം കൂടെ ആയതുകൊണ്ട് എനിക്കത് കേട്ട ഭയങ്കര സന്തോഷം തോന്നി. ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാല് അപ്പൊ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞ 7ാമത് കഷ്ടം തൊടത്ത പോലുമില്ല, അത് കഷ്ടം വന്നിട്ടേ വിടുവിക്കുന്നല്ല ദൈവം പറഞ്ഞേക്കുന്നത്, നിന്നെ തൊടാൻ പോലും സമ്മതിക്കില്ല, വരുത്തില്ല നിന്റെ അടുത്ത്, എന്ന് വെച്ചാൽ തൊടത്തിലഞ്ച് നിന്റെ അടുത്തേക്ക് വരിക പോലും ഇല്ല എന്ന് പറയും. അപ്പൊ ഹല്ലേലൂയ, അത് എന്താ പറയാ, എനിക്ക് ഇന്നലെ അത് വേണ്ടുന്നൊരു വചനമായിരുന്നു. എനിക്ക് വേണ്ടുന്ന ഭക്ഷണമായിരുന്നു. അത് തത്സമയത്ത് ദൈവദാസൻ തന്ന്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും മോർണിംഗ് മെസ്സേജ് ഒക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആൾക്കാർ അത് ഇഗ്നോർ ചെയ്ത് കളയാറുണ്ട്, കേൾക്കാറില്ല പലരും. പക്ഷേ ഞാൻ പറയാം, ആ ദൈവദാസന്മാര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വെളുപ്പാങ്കാലത്തൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടുന്ന ഹല്ലേലൂയ മന്ന ഹല്ലേലൂയ അവര് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അവരത് സമയമെടുത്ത്, അത്രയും തിരക്കുള്ള ദൈവദാസന്മാർ രണ്ടുപേരും ഇരിക്കും. അത്രയും സമയമെടുത്തത് മുടങ്ങാതെ അത് ചെയ്യുമ്പോൾ ഹല്ലേലൂയ, അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വേണ്ടിയാ ചെയ്യുന്നത്. ആ ഒരു ദിവസം പോലും ഇവര് ആരും ആ ഒരു മെസ്സേജ് അവർ മുടക്കാറില്ല. ഹല്ലേലൂയ. എത്ര തിരക്കാൽ ഏത് രാജ്യത്താണെങ്കിലും ഹല്ലേലൂയ അവരത് മുടക്കാറില്ല. എന്നും പലപ്പോഴും നമുക്ക് കേൾക്കാറുണ്ട്. ജെറൽ പാസ്റ്ററൊക്കെ അവിടെ ബിസിനസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ രാവിലെ ക്ലൈമറ്റ് ഒക്കെ മിക്കവാറും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ടയ്ക്കൊന്നും സൗണ്ടൊന്നും ഉണ്ടാകില്ല
സമയത്ത് പോലും ഹാലേ കഷ്ടപ്പെട്ട് ഉള്ള സൗണ്ടൊക്കെ എടുത്ത് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എന്താ വെച്ചാൽ അന്നേക്കുള്ള ഭക്ഷണമാണ് ജനത്തിന് വേണ്ടി, തന്റെ ജനത്തിന്. അപ്പൊ ആ തന്റെ ജനത്തിന് കൊടുക്കാനായിട്ട് ഏൽപ്പിച്ച് വെച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ നിൽക്കുന്നത് കൊണ്ടാണ് ഹാലെ അത്രയും റിസ്ക് എടുത്ത് അത്രയും ഹാലെ അവരത് ഒരു ദിവസം പോലും മുടങ്ങാതെ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മളാരും അത് ഭക്ഷിക്കുന്നില്ലെങ്കിൽ അവരുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. നമുക്ക് ചിലപ്പോൾ 10 മിനിറ്റ് ഹാലയില് അല്ലെ 10 മിനിറ്റ് 12 മിനിറ്റ് ഒക്കെ കാണത്ത മെസ്സേജ്, പക്ഷെ അത് കേൾക്കുക എന്നുള്ളത് ഹാലയില് അനുഗ്രഹം പ്രാപിക്കാൻ നമ്മുടെ ഉത്തരവ്. പക്ഷെ അവരവരെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട് വിശ്വസ്തയോടുകൂടി. ഹല്ലേലൂയ. അപ്പൊ നമുക്കും ഒക്കെ ദൈവം ഇതുപോലെ ഒരു കഴിവ് ഒരു ഇത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളും ഇതുപോലെ ആകണം. ഇപ്പം കയറി ചിലപ്പം അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ മെസ്സേജ് പറയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം തരുന്ന ഒരു വചനമെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും, അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ നമുക്ക് ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴും ഒക്കെയാണ് ദൈവം തന്നത് നമ്മൾ ജനത്തിന് വേണ്ടി പ്രിപ്പയർ ആക്കി ദൈവം ആ ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി കൊടുക്കാനാക്കി വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഹാലേലൂയ. നമ്മൾ എവിടെയെങ്കിലൊക്കെ ചെല്ലുമ്പോഴും വചനം സംസാരിക്കുന്ന നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് ചെയ്യുന്നതിന്റെ കാര്യം വെച്ചാൽ നമുക്കറിയാം ദൈവം ആ ജനത്തിന് വേണ്ടി ചിലത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്കത് അന്ന് ആവശ്യമാണ്, നമ്മളത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഹാലേലൂയ. ഒരാൾ വിഷമം പറഞ്ഞ് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അല്പസമയം അവരോട് കൂടി പ്രാർത്ഥിക്കുന്നത് അത് ദൈവം ആക്കി വെച്ച് അവർക്ക് തൽസമയത്ത് വേണ്ടുന്ന ഭക്ഷണമാണത്. അപ്പൊ ദൈവത്തിന്റെ ജനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ സകലതും ദൈവം ആക്കി വെച്ച ദൈവം ഏൽപ്പിച്ച ജോലിയെ ചെയ്യുന്ന ഉത്തരവാദിത്തോടെ ചെയ്യണം. നമ്മുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല നമുക്ക് നമ്മുടെ ശുശ്രൂഷ ചെയ്യേണ്ടത്. നമ്മുടെ ചിന്തകൾ ഒന്നും അങ്ങനെയല്ല പോകേണ്ടത്. കാരണം ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ചില ജോലി ഇവിടെ പറഞ്ഞു. ഒരു ദാസനെ തന്റെ ജനത്തിന് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ വെച്ച ഒരു വേലക്കാരനെ പോലെ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നതെങ്കിൽ നമ്മളെയും ദൈവം ഇതുപോലെ ആക്കി വെച്ചിരിക്കുക, അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആരാന്ന് വെച്ചാൽ നമ്മുടെ യജമാനൻ, സ്വർഗത്തിലെ യജമാനൻ നമ്മൾ അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. പല ആൾക്കാരും സഭയിലെ എന്താ പറയാ അവിടെയുള്ള സംഘടനയൊക്കെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ നല്ല ശമ്പളം തരുന്നത്, അവർ ഇത്രയൊക്കെ മതി ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് പലരും അലസരാകാറുണ്ട്. ഇല്ലേ? ശമ്പളം എന്തായാലും കിട്ടും, പാടുകള് തീറ്റിയാലും കിട്ടും, തീറ്റിയിലേലും കിട്ടും, പോയാലും കിട്ടും, പോയില്ലേലും കിട്ടും എന്ന് പറയുന്ന പോലെ ഹാല. പക്ഷെ അങ്ങനെ അല്ല നമ്മൾ വിചാരിക്കേണ്ടത്. നമ്മളെ ആ പൊസിഷനിൽ ഒരു സഭയിൽ ഒരു പാസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഘടന അല്ല അപ്പോയിന്റ് ചെയ്തേക്കുന്നത്, സ്വർഗത്തിലെ ദൈവം അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. സ്വർഗത്തിലെ ദൈവമാണ് അപ്പോയിന്റ് ചെയ്തേക്കുന്നതെങ്കിൽ സ്വർഗത്തിലെ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ അവിടെ ആക്കിയ, സംഘടന എന്താ ആഗ്രഹിക്കുന്നത് ചെയ്യാനല്ല. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ നമ്മളെ അതുപോലെ ഞാൻ പറയാം, ഇപ്പൊ സഭയ്ക്കുള്ളിൽ ഇപ്പൊ സാറാമ്മ സിസ്റ്റർ ആകട്ടെ, ജൂലിയാൻറ്റി ആകട്ടെ, ഷേർലി സിസ്റ്റർ ആകട്ടെ, എന്നിട്ട് ആരെയാലും ബീന സിസ്റ്റർ ആരെയാണെങ്കിൽ ഒരു സഭയെ നിങ്ങളെ കൊണ്ട് നട്ടിട്ടുണ്ടെങ്കിൽ ദൈവം ചിലത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അവിടെ അങ്ങനെ സിസ്റ്റർ, അതുകൊണ്ട് നമ്മളോട് പറയാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, അല്ല ചെയ്യാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല എന്നല്ല. ദൈവം എന്ത് നിന്റെ കയ്യിൽ തന്നിട്ടുണ്ടോ അത് ദൈവം തന്നേക്കുന്ന നമുക്ക് വീട്ടിൽ പൂട്ടി വെക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം ഒരു കാര്യം നമ്മുടെ കയ്യിൽ തരുന്നത്. അത് തന്റെ ജനത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. തന്റെ ജനത്തിന് കൊടുക്കാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചത് ആര് തടഞ്ഞാലും തന്റെ ജനത്തിന് കൊടുക്കണം, ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കണം. ഹല്ലേലൂയ. നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന, അപ്പൊ നമ്മൾ ആരോട് ആൻസറബിൾ ആയിരിക്കണം വെച്ചാൽ സ്വർഗത്തിലെ ദൈവത്തോട് ആൻസറബിൾ ആയിരിക്കണം. ഇവിടെ വന്ന് ജന്മാനം വന്ന് ചോദിക്കുമ്പോൾ ഹാലയിലേക്ക് അങ്ങനെ ചെയ്ത് കാണുന്നവനാ കൊടുക്കുന്ന അധികാരം. തന്റെ കയ്യിലുള്ളതെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞേക്കുക, തനിക്കുള്ളതൊക്കെ യജമാനാക്കി വെക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. അവൻ പിന്നെ ദാസനല്ല, അവൻ യജമാനന്. നമ്മൾ മക്കളാണ്, അധികാരികളാണ്. ഹാലയിലിയ. പുത്രനെങ്കിലോ നിങ്ങൾ അദ്വാശികളുമാകുന്നു. ഹാലയിലെ ക്രിസ്തുവേശുവിലെ കൂട്ടവകാശികളുമാണ്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ ഇരിക്കുമ്പോൾ ആ ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടുന്ന രീതി നമ്മളിൽ അധികാരം വെളിപ്പെടണം. ഞാൻ പറഞ്ഞു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് എന്തൊക്കെയുണ്ടോ അത് നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ളത് ഹാലയിലെ എന്തുകൊണ്ടാണ് നമുക്ക് തന്നെന്ന് വെച്ചാൽ വിശ്വസ്തരായിരിക്കുന്നുണ്ട് തരുന്നത്, വിശ്വസ്തര കയ്യിലേക്ക് ദൈവം ഏൽപ്പിക്കുന്നത്. നമ്മളെ വീട്ടില് ഏതെങ്കിലും ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ ജോലിക്കാരും ഉണ്ടെന്നിരിക്കട്ടെ, നമ്മൾ സകല റൂമിന്റെ സകല അലമാരുടെ ഒക്കെ താക്കോൽ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകണമെങ്കിൽ അവർ അത്രത്തോളം വിശ്വസ്തനാണ് നമുക്ക് ഉറപ്പ് വരണം. അല്ലേ? ഇല്ലെങ്കിൽ
അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രം കീയൊക്കെ കൊടുക്കത്തുള്ളൂ. കാരണം നമ്മുടെ പേഴ്സണൽ ബിലോങ്സും മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നത് കൂട്ടി നമ്മൾ കൊണ്ടുപോകും. കാരണം എന്താ പറയട്ടെ, അവര് വിശ്വസ്തർ അല്ലെങ്കിൽ, വിശ്വസ്തരാണ്, നമ്മൾക്ക് വർഷങ്ങളായിട്ട് അറിയും. നമ്മൾ ഒക്കെ അവര് എന്ത് കാര്യം നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ, കള്ളത്തരം കാണിക്കത്ത, കപടത കാണിക്കത്തില്ല എന്നൊക്കെ. അതുപോലെ യജമാനുള്ളതൊക്കെ ഇങ്ങോട്ട് ഏൽപ്പിച്ചു തരണമെങ്കിൽ യജമാനൻ തോന്നണം ഇവര് വിശ്വസ്തരാണെന്ന്. ഹാലേലൂയ. അപ്പൊ യജമാന് തോന്നുന്നത് എങ്ങനെയാ വെച്ചാൽ, നമ്മളെ യജമാനെ ആക്കി വെച്ച സ്ഥലത്തൊക്കെയും നമ്മൾ ഹാലേലൂയ ആക്കി വെച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ വിശ്വസ്തര ആണ് എന്ന് യജമാനെ തോന്നുന്നത്. അത് കഴിഞ്ഞ് എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുമ്പോൾ വരാൻ താമസിക്കുന്ന ഹൃദയം കൊണ്ട് പറഞ്ഞു കൂട്ടദാസനെ അടിപ്പാനും കുടിയന്മാരെ തിന്നുവാനും കുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിൽ യജമാനൻ വന്നവനെ ദണ്ഡിപ്പിച്ചു, അവനെ കപടഭക്തിക്കാരുടെ പങ്ക് കൽപ്പിക്കുക, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഹാലേലൂയ. യജമാനൻ അവൻ വരാൻ താമസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹാലേലൂയ ഏൽപ്പിച്ച ജോലിയൊന്നും ചെയ്യാതെ ദുഷ്ടനായിട്ട് തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ യജമാനൻ വരുമ്പോൾ അവന്റെ സ്ഥാനം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാലേലൂയ കപടഭക്തിക്കാരോട് കൂടെ പങ്ക് കൽപ്പിക്കും. ഹാലേലൂയ. അപ്പൊ നമ്മൾ കപടഭക്തിക്കാരാണോ അല്ല യജമാന വിശ്വസ്തരായ ദാസന്മാരാണോ എന്നുള്ളത് ഹാലേലൂയ. അവൻ ദുഷ്ടനായ ദാസനാണോ അവൻ വിശ്വസ്തനായ ദാസനാണോ നമ്മൾ തന്മളെ തന്നെ ശോധന ചെയ്ത് നോക്കണം. ദൈവം എന്തെങ്കിലും ഏൽപ്പിക്കാത്ത ആരും ഉണ്ടാകത്തില്ല. ഒരു താലന്തെങ്കിലും കൊടുക്കാത്ത ആരും ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത്. ഹാലേലൂയ. എല്ലാവർക്കും 5ഉം 10ഉം ഒക്കെ കിട്ടാൻ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒന്നെങ്കിലും കിട്ടിയവർ അത് വ്യാപാരം ചെയ്യുന്നുണ്ടോ, അത് വിശ്വസ്തയോടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ, നമ്മളത് ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം പറഞ്ഞെടുത്ത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നത്. അങ്ങനെയുള്ളവരുടെ കയ്യിലേക്ക് യജമാനുള്ള സകല നമുക്ക് തരും. ഹാലേലൂയ. ഇത് ആ അധ്യായത്തിന്റെ തുടക്കം നമുക്കറിയാം. ദേവാലയം കാണിച്ചിട്ട് അതിന്റെ പറയുമ്പോൾ അത് കല്ലുമേ കല്ല് ശേഷിക്കാത്ത കാലം വരും. അപ്പം എന്താ പറയാ, നമ്മുടെ ശിഷ്യന്മാർ വന്ന് രഹസ്യമായി ചെയ്യുക അതെപ്പോഴാ സംഭവിക്കുന്നത്, ലോക അവസാനം എങ്ങനെയാ, ഇതിന്റെ അടയാളം എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞു തുടങ്ങിയാണ് ഇവിടേക്ക് എത്തുന്നത്. ഹാലേലിയ. അപ്പം നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ ഈ ലോകത്തിന് ഒരവസാനമുണ്ട്. ഹാലേലുയ. ഈ അവസാനം എപ്പോ സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് അത് ഏത് നിമിഷത്തിലും സംഭവിക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെ കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ കാര്യങ്ങൾ സംഭവിച്ചപ്പോഴും നമ്മുടെ വിചാരങ്ങൾക്കനുസരിച്ചല്ല അത് സംഭവിച്ച് ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് സംഭവിച്ചെങ്കിൽ ഇതും ദൈവത്തിന്റെ സമയം. നമ്മളൊക്കെ ഇപ്പൊ ആശ്വസിക്കും, ലോകത്തിന്റെ അറ്റത്തോളം എന്റെ ഹാലേലിയ വചനം എത്തണം, സകല ജനം വചനം കേൾക്കും, അത് ഒക്കെയാണ് കർത്താവ് വരാനുള്ള അടയാളം എന്നൊക്കെ. ഇപ്പൊ എത്തിയിട്ടില്ലല്ലോ, ഇനിയും എത്താനുണ്ടല്ലോ, ഇനി ആൾക്കാർ കേൾക്കാനുണ്ടല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ ആശ്വസിച്ചിരിക്കും. കാരണം എന്താ വെച്ചാൽ ഹാലേലിയ അതുകൊണ്ട് സമയം കിട്ടുമെന്നാണ്. പക്ഷേ സമയം കിട്ടുന്നത് അവിടെ നിൽക്കട്ടെ. കാരണം കർത്താവ് വരാൻ ചിലപ്പോൾ സമയം എടുക്കും. പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ ചിലപ്പോൾ ഇന്നിപ്പോ നമ്മുടെ ജീവൻ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ഞാൻ നാളെ നന്നായിക്കോളാം, നാളെ തുടങ്ങിയിട്ട് അത് ചെയ്തോളാം, അടുത്ത ആഴ്ച നന്നായിക്കോളാം, അടുത്ത മാസം നന്നായിക്കോളാം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരോട് കർത്താവ് മൂടാ ഇന്ന് രാത്രി നിന്റെ ജീവൻ ഞാനെങ്കിൽ ചോദിച്ചു നീ എന്തോ ചെയ്യുമെന്ന് ചോദിച്ച കണക്ക് നമ്മളോടൊക്കെ ആമേൻ ഇന്നത്തെ ദിവസം ഈ നിമിഷം നമ്മുടെ പ്രാണനങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മളെ ദൈവം ഏൽപ്പിച്ച പലതും നമ്മൾ പെൻഡിങ് കിടക്കുക. അവിടെ ചെന്ന് നിൽക്കുമ്പം നമ്മൾ ആൻസർ ചെയ്യണം. നിന്റെ കയ്യിലേക്ക് ഏതൊക്കെ തന്നില്ല, എന്ത് എന്നിട്ട് എന്താ നീ അത് സമ്പാദിച്ചു കൊണ്ടുപോവാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മറുപടി പറയും? ഇതിനെക്കുറിച്ച് നമ്മുടെ ഉള്ളിലൊരു ചിന്ത വേണം. നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ തന്റെ ജനത്തിന് വേണ്ടിയാണ് ആക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല ആക്കി വെച്ചേക്കുന്നത്. നമ്മൾ വലിയ ഫേമസ് ആകാൻ വേണ്ടി, നമ്മൾ വളരാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല. ദൈവത്തിന് അതൊന്നും ആഗ്രഹമില്ല. കാരണം അതൊക്കെ സെക്കൻഡറിയാണ്. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ജനത്തെ ഫീഡ് ചെയ്യണം. നമുക്കറിയാം, പത്രോസിനോട് ചോദിക്കുമ്പോൾ എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്ന സ്ഥലത്ത് എന്റെ ആടുകളെ മേയ്ക്കുക, അവരെ ഫീഡ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. അവരെ മേയ്ക്കാൻ പറയാം. അപ്പൊ ദൈവത്തിന് ഒറ്റ വിചാരമേ ഉള്ളൂ, എന്താ? സ്വന്തം ജനത്തിന് വേണ്ടത് കൊടുക്കുക, അവരെ പരിപാലിക്കുക, അവർക്ക് വേണ്ടി കൊടുക്കുക. അപ്പൊ ആടുകളെ മേയ്ക്കുക എന്ന് വെച്ചാൽ അവരെ ഫീഡ് ചെയ്യാനാണ് നമ്മളെ ആക്കി വെച്ചേക്കുന്നെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടുന്നത് തൽസമയത്ത് വേണ്ടുന്നത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ ബോധം എല്ലാവരും ഉണ്ടാകണം. വചനം പറയുമ്പോൾ വചനം ഷെയർ ചെയ്യാൻ പറയുമ്പോഴൊക്കെ അയ്യോ സിസ്റ്റർ എനിക്ക് പറ്റത്തില്ലെന്നല്ല. കാരണം നിങ്ങളുടെയൊക്കെ കയ്യിൽ ജനത്തിന് കൊടുക്കേണ്ടത് തരും ദൈവം.
അവരെ ഫീഡ് ചെയ്യാൻ വേണ്ടി ദൈവം തരുമ്പോൾ നിങ്ങൾ അത് കൊടുക്കണം. അത് വിശ്വസ്തയോടെ നിൽക്കുക. ഹാലേലിയ. ആമേൻ. നമ്മൾക്ക് ദൈവം ആക്കി വെച്ചിരിക്കുക, ചെറുതാകട്ടെ വലുതാകട്ടെ, ആമേൻ, ദൈവം തരാത്ത താലന്ത് തരാത്ത ആരും ഉണ്ടാകത്തില്ല. അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക, അത് വ്യാപാരം ചെയ്യുക. ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തനായ ആമേ ദാസനായി നിൽക്കുക. അപ്പൊ യജമാനന്റെ കയ്യിൽ എന്തൊക്കെയോ അധികാരമുണ്ടോ അതെല്ലാം യജമാൻ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മുടെ കയ്യിലേക്ക് തരും. അതൊക്കെ പ്രാപിച്ചെടുത്തിട്ട് അതുകൊണ്ട് വീണ്ടും കൂടുതൽ 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 യജമാൻ ആഗ്രഹിക്കുന്ന പോലെ സ്വന്തം ജനത്തിനെ ഫീഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സ്വന്തം ജനത്തിന് ഭക്ഷണം കൊടുക്കാനായിട്ടൊക്കെ നമ്മളെ ദൈവം ഉപയോഗിക്കട്ടെ ഈ ദിവസങ്ങളിൽ. ചെറിയ സന്ദേശം തന്നെയാണ്, അതുകൊണ്ട് നീ നിർത്തുക. ഇത് ആ കാതലായ ഭാഗം നമ്മൾ മറന്നു പോകരുത്. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നുള്ളത്. അതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുക. ഈ വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.